ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथामितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरभक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय ददाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരികം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ചേതൻ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചേതൻ ചരിതാമൃത ആദിലീല രണ്ടാമത്തെ അധ്യായം 93-ാമത്തെ ശ്ലോകം മുതൽ. आश्रय जानीते कही ये न व पदार्थ ये न वेरा उत्पत्ति हेतु से आश्रयार्थ। आश्रय जानीते कही ये न व पदार्थ ये न वेरा उत्पत्ति हेतु से आश्रयार्थ। हरे कृष्णा. हरे कृष्णा. चलो महाराज. हरे कृष्ण. आश्रय जाते कठिन पदार्थ एन वेन उत्पत्ति हेतु से ही आश्रयार्थ. हरे कृष्ण. हरे कृष्णा. हरे. आश्रय जनिते कही एन व पदार्थ एन वेर उत्पत्ति हेतु से ही आश्रयार्थ. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരമമായ ആശ്രയത്തെ വ്യക്തമായി തിരിച്ചറിയുന്നതിനായി മറ്റ് 9 വിഭാഗങ്ങളും ഞാൻ വിവരിച്ചു. ഈ 9ന്റെയും ആവിർഭാവ കാരണത്തെ ആശ്രയമെന്ന് ശരിയായി വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Very good. To know distinctly the ultimate shelter of everything that be, I have described the other 9 categories. The cause for the appearance of these 9 is rightly called their shelter. ഇതിലെ മുമ്പത്തെ ശ്ലോകം എന്താണ്? 91-92 10 പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ശ്രീമദ് ഭാഗവതത്തിലെ 10 പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, അതിനെപ്പറ്റിയാണ് വിവരിച്ചത്. അത്ര എന്താണ് വാട്ട് ഇസ് ദാറ്റ്? അത്ര സർഗ വിസർഗശ അല്ലെ? അത്ര സർഗ വിസർഗശ സ്ഥാനം പോഷണഭൂതയ മന്വന്തര ഈശാനുഗത നിരോധ മുക്തിരാശ്രയം. ആശ്രയ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ആ ആശ്രയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനു മുമ്പിലുള്ള 9 തത്വങ്ങളെ പറ്റിയിട്ടും നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആ 10ാമത്തെ ആശ്രയം, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ 10ാമത്തെ സ്കന്ധത്തിലാണ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. 10 ടോപ്പിക്കാണ്. ആ 10 ടോപ്പിക്കിൽ 10ാമത്തെ ടോപ്പിക്ക് ആശ്രയ ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആശ്രയം.
ആ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നിട്ടുള്ള 9 തത്വങ്ങളെ, 9 ടോപ്പിക്സിനെ, വിഷയങ്ങളെ നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ആശ്രയം എന്നുള്ള ആ സബ്ജക്ട് മാറ്റർ, ആ ടോപ്പിക്ക്, ഭഗവാനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത് ഭാഗവതം വായിക്കുമ്പോൾ സീക്വൻഷ്യൽ പോകണം. ഫസ്റ്റ് കാൻഡോ, സെക്കൻഡ് കാൻഡോ, തേർഡ് കാൻഡോ, അങ്ങനെ സീക്വൻഷ്യലായിട്ട് പോകണം. ഡിവോട്ടീസ് പ്രഭുപാദ് ചോദിച്ചു, പ്രഭുപാദ് ഭാഗവതത്തിന്റെ ഏത് ഭാഗമാണ് ഏറ്റവും അമൃതമായിട്ടുള്ളത്, ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത്? പ്രഭുപാദ് ഉത്തരം കൊടുത്തത്, ഒരു ലഡു നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് കഴിച്ചാലാണ് മധുരമല്ലാത്തത്? ഏത് സൈഡിൽ നിന്ന് കഴിച്ചാലും ഒരേ മധുരമാണ് അല്ലേ? മുമ്പ് നിന്ന് കഴിച്ചാലും ശരി, പിന്നീട് സൈഡിൽ നിന്ന് കഴിച്ചാലും ലഡു മധുരം അതേപോലെ. അതേപോലെ ഭാഗവതം എവിടുന്ന് വായിച്ചാലും ശരി, എവിടുന്ന് നമ്മൾ പഠിച്ചാലും ശരി, കേട്ടാലും ശരി, അത് മധുരമാണ്, ഒരേപോലെ. പക്ഷേ ഭാഗവതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സീക്വൻഷ്യലായിട്ട് പോകണം. അത്രേ ഉള്ളൂ. എല്ലാം മധുരമാണ്. ഏത് സൈഡും ഏത് ടോപ്പിക് എടുത്താലും അത് മധുരമാണ്. അതിന് കുറച്ച് കൂടുതൽ മധുരം, കുറച്ച് കുറവ് മധുരമില്ല. പക്ഷെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ, ഭാഗവത തത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പരമാത്മ തത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട, ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സീക്വൻഷ്യലായിട്ട് ഫസ്റ്റ് കാൻഡോ, സെക്കൻഡ് കാൻഡോ, തേർഡ് കാൻഡോ, അങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് അപ്പൊ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് അതുവരെ 9 കാൻഡോ വരെ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലെ കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അത് വളരെ ലൈറ്റ് എടുക്കും, അതിനെ വളരെ സാധാരണ നിലയിലെടുക്കും. ഭഗവാന്റെ ഐശ്വര്യങ്ങളും ലീലകളും ആ ഭഗവാന്റെ ജനനവും മറ്റുള്ള കർമ്മങ്ങളും ബാക്കിയുള്ള ആക്ടിവിറ്റീസും എല്ലാം ശരിക്കും അതിൻ്റെതായിട്ടുള്ള റൈറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 9 സ്കന്ധവും നമ്മൾ സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. ജസ്റ്റ് നോവല് വായിച്ച പോരാ, നമ്മൾ ശരിക്കും അത് പഠിക്കുക തന്നെ വേണം. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരർത്ഥം. വീണ്ടും വായിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. വീണ്ടും വായിക്കുമ്പോൾ അങ്ങനെ വീണ്ടും ആവർത്തിച്ച് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥം. ഒരു സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെ ഇത് വായിക്കാൻ പാടില്ല. ഇത് സിദ്ധാന്തങ്ങളിൽ അടങ്ങിയതാണ്. ഓക്കെ, വെറും സ്റ്റോറി ആയിട്ട് നമ്മൾക്ക് കുട്ടികൾ പറഞ്ഞു കൊടുക്കാൻ നല്ല രസമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള സിദ്ധാന്തം കൂടി മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് സിദ്ധാന്തം നമുക്ക്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് വേണം. അപ്പോഴേ സ്റ്റോറി ലൈൻ നമ്മൾ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ രണ്ടും ഒരു പാരലായിട്ട് കൊണ്ടുപോകാൻ നടക്കും. അതാണ് ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃത എസ്പെഷ്യലി ചൈതന്യ ചരിതാമൃത സിദ്ധാന്തത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ലീലകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലൈഫ് ഹിസ്റ്ററി, അതായത് ബയോഗ്രാഫി. ചൈതന്യ മഹാപ്രഭു ബയോഗ്രാഫി പ്രധാനപ്പെട്ട 3 എണ്ണങ്ങളാണ് അല്ലേ? ഏതാണ്? ഒന്ന് ചൈതന്യ മംഗള, ചൈതന്യ ഭാഗവത, ചൈതന്യ ചരിതാമൃത. എന്തുകൊണ്ടാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും പ്രഭുപാദും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? കാരണം ഇതിൽ സിദ്ധാന്തവും അതേപോലെ ലീലകളും ഒരേപോലെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. മറ്റത് കൂടുതൽ ലീലകളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ചൈതന്യമംഗളയും അതിന് ചൈതന്യ ഭാഗവതം. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആശ്രയം ഭഗവാൻ കൃഷ്ണനാണ്. ഈ ആശ്രയമാണ് നമുക്ക് അറിയേണ്ട. ആ ആശ്രയത്തിനെ മനസ്സിലാക്കണമെങ്കിൽ മറ്റു 9 തത്വങ്ങളെയും വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. So text 94. Krishna eka sarvashraya, Krishna sarvadhama, Krishnera sharire sarva vishwera vishrama. Krishna eka sarvaishwarya, Krishna sarvadhama, Krishnera sharire sarva vishwera vishrama. Hare Krishna. Sarva vishwera vishrama. Krishna eka sarvashraya. ആദ്യം വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഏക സർവാശ്രയ, കൃഷ്ണ സർവധാമ, കൃഷ്ണേര ശരീരേ സർവ വിശ്വേര വിശ്രാമ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഒരാളും കൂടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഏക സർവേശ്വര്യ, കൃഷ്ണ സർവധാമ, കൃഷ്ണേര ശരീരേ സർവ
ഈശ്വര വിശ്രാമ. ഹരേ ഹരി കൃഷ്ണ. ബോൾ. വിവർത്തനം. വായിക്കുന്നുണ്ടോ? വിവർത്തനം വായിക്കുന്നുണ്ടോ? Hare Krishna. The personality of Godhead, Sri Krishna, is the shelter and abode of everything. All the universes rest in his body. Hare Krishna. Very good. The personality of God, Sri Krishna, is the shelter and abode of everything. All the universes rest in his body. ഭഗവാൻ കൃഷ്ണനാണ് എല്ലാവരുടെയും ആശ്രയം. ഈ എല്ലാ യൂണിവേഴ്സസും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഏകാംശേന സ്ഥിതോ ജഗത്, ഭഗവത്ഗീതയില് ഒരു അംശം മാത്രമാണ് ഈ ജഗത്ത്, അതായത് ഈ മെറ്റീരിയൽ വേൾഡ്. അതായത് ഇത്രയും വലിയ കോസ്മിക് സ്പിരിച്വലും മെറ്റീരിയലും എല്ലാം കൂടിയിട്ടുള്ളതാ ആ ക്രിയേഷന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ മെറ്റീരിയൽ യൂണിവേഴ്സസ്. അപ്പോ ഭഗവാൻ ആണ് എല്ലാവരുടെയും ഷെൽട്ടർ. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആരാണ്? കൃഷ്ണൻ. ടെക്സ്റ്റ് 95. ദശമേ ദശമം ലക്ഷ്യം അശ്രിതാശ്രയ വിഗ്രഹം ശ്രീകൃഷ്ണാഖ്യം പരം ധാമ ജഗദ്ധാമ നമാമി തത്. ദശമേ ദശമം ലക്ഷ്യം അശ്രിതാശ്രമ വിഗ്രഹം ശ്രീകൃഷ്ണാഖ്യം പരം ധാമ ജഗദ്ധാമ നമാമി തത്. ഹരേ കൃഷ്ണ. Hare Krishna. Dashame dashamam laksham ashridashraya vigraham Shri Krishnakyam param dhama jagadama namami tat. Hare Krishna. ഹരി ബോൾ. ഒരാൾ കൂടി. ദശമേ ദശകം വിഗ്രഹം ശ്രീകൃഷ്ണാഖ്യം പരം ധാമ ജഗദ്ധാമ നമാമി തത്. വിവർത്തനം ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധം ശരണാഗതരായ ആത്മാക്കളുടെ ആശ്രയമായ 10ാമത്തെ വസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ജഗത്തിന്റെ മൂലസ്രോതസ്സാകുന്ന ശ്രീകൃഷ്ണൻ എന്ന് അറിയപ്പെടുന്ന പരംധാമമായ അവിടുന്നിനെ ഞാൻ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി. The 10th canto of Srimad Bhagavatam reveals the 10th object, Supreme Personality of Godhead, who is the shelter of all surrendered souls. He is known as Sri Krishna and he is the ultimate source of all the universes. Let me offer my obeisances unto him. കവിരാജ് ഗോസ്വാമി ആ ശ്രീകൃഷ്ണ ഭഗവാന് പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം ആ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 10ാമത്തെ സ്കന്ധം നമ്മൾ പഠിക്കണം. ആ 10ാമത്തെ സബ്ജക്റ്റ് 10ാമത്തെ സ്കന്ധം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ 10ാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 10ാമത്തെ സ്കന്ധം വളരെ നന്നായിട്ട് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ആർക്കാണ് പറ്റുള്ളൂ? ഹു ഇസ് ദ ഷെൽട്ടർ ഓഫ് ഓൾ സറണ്ടേഡ് സോൾ. എല്ലാ ശുദ്ധ ഭക്തന്മാർക്കും പൂർണ്ണമായിട്ടും ആശ്രയം പ്രാപിക്കുന്ന ആ ഭക്തന്മാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഹി ഈസ് നോൺ ആസ് ശ്രീകൃഷ്ണ and he is the ultimate source of all universes. എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും അൾട്ടിമേറ്റ് സോഴ്സ്. എവറിഥിങ് സ്റ്റെംസ് ഫ്രം ഹിം. അല്ലേ? അഹം സർവസ്യ പ്രഭോ. ഭഗവാൻ ഭഗവത്ഗീത എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. കോസ് ഓഫ് ഓൾ കോസസ്, അൾട്ടിമേറ്റ് കോസ് ആരാണ്? ഭഗവാൻ. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ നിയമിക്കുന്നു ഓരോ കാര്യത്തിനും. യൂണിവേഴ്സൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലേ? യൂണിവേഴ്സൽ മാനേജ്മെന്റ് അഫയേഴ്സിന് വേണ്ടിയിട്ട് പല അദ്ദേഹത്തിന്റെ ശക്തികളെ നിയമിക്കുന്നു. ബഹിരാംഗ ശക്തി, അതായത് ബദ്ധാത്മാക്കളെ നല്ല വഴിക്ക് നയിക്കാൻ ആരെ? മഹാമായ, എക്സ്റ്റേണൽ എനർജി. തൻ്റെ ഡിവോട്ടീസിനെ വേണ്ട വഴിക്ക് നയിക്കാൻ ആരാണ്? യോഗമായ, സ്പിരിച്വൽ എനർജി, ഇന്റേണൽ എനർജി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തൻ്റെ ശക്തികളെ, തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ, തൻ്റെ അവതാരങ്ങളെ അവരെല്ലാം നിയമിക്കുന്നു മാത്രം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആരാണത് സൂപ്പർവൈസ് ചെയ്യുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യുന്നത്? അൾട്ടിമേറ്റ് കൺട്രോളർ, പ്രൊപ്പറേറ്റർ, മാസ്റ്റേഴ്സ്, എൻജോയർ, ഇതെല്ലാം ആരാണ്? ഭഗവാൻ സ്വയം. അല്ലേ? ഭഗവാന്റെ കൺട്രോളർ, ഭഗവാന്റെ സൂപ്പർവിഷനിൽ അതെല്ലാം നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഡയറക്റ്റ്ലി ഇതിൽ ഇല്ലായിരിക്കാം. പക്ഷെ ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട്, ഭഗവാന്റെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കില്ല. ദിസ് കൊട്ടേഷൻ കംസ് ഫ്രം Sridhar Swami's commentary on the first verse of the 10th canto,
chapter 1 of Srimad Bhagavatam. അപ്പോൾ ശ്രീധര സ്വാമി ആണ് ഇതിന്റെ കമന്ററി. ശ്രീധര സ്വാമി ഭാഗവതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമന്റേറ്റർ ആണ്. പ്രഭുപാദ എപ്പോഴും ശ്രീധര സ്വാമിയുടെ ആ കമന്ററി, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഗോസ്വാമിയുടെ കമന്ററി, ഇതെല്ലാം കൂടുതൽ ഭാഗവതത്തിനെ പറ്റിയിട്ട് അവരുടെ കമന്ററിയാണ് നോക്കിയിട്ട് പർപ്പോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രീധര സ്വാമിയുടെ കമന്ററി ആണെന്ന്. അത് ഏതിലാണ്? ഫസ്റ്റ് വേഴ്സ് ഓഫ് ദ 10th canto, chapter 1, 10:1.1. 96. കൃഷ്ണേര സ്വരൂപ ആരശക്തി ത്രയജ്ഞാനം യാൻരാഹയ താൻരാനഹി കൃഷ്ണേതാജ്ഞാനം. കൃഷ്ണേര സ്വരൂപ ആരശക്തി ത്രയജ്ഞാനം യാൻരാഹയ താൻരാനഹി കൃഷ്ണേതേ അജ്ഞാനം. ഹരേ കൃഷ്ണ. ഹരിബോൾ. കൃഷ്ണ സ്വരൂപാര ശക്തി ജ്ഞാന യാൻരഹയ താൻരനഹി കൃഷ്ണേതേ അജ്ഞാന. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണേര സ്വരൂപ ആര ശക്തി ജ്ഞാന യാൻരഹയ താൻരനഹി കൃഷ്ണേത അജ്ഞാനം. വിവർത്തനം. കൃഷ്ണന്റെ സത്യസ്വരൂപവും ത്രിവിധ ശക്തി വിശേഷങ്ങളും അറിയുന്ന ഒരുവന് അവിടുന്നിനെ കുറിച്ച് അജ്ഞനായി തുടരാനാവില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. One who knows the real feature of Sri Krishna and his three different energies cannot remain ignorant about him. Okay? ഭഗവാനെ അറിയുന്ന ആൾക്കാരും അതേപോലെ അദ്ദേഹത്തിന്റെ 3 വ്യത്യസ്തമായിട്ടുള്ള ശക്തിയെ അറിയുന്ന ആളും അവര് അന്ധകാരത്തിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? Srila Jiva Goswami states in his Bhagavad Sandarbha that by his potencies, which act in natural sequences beyond the scope of the speculative human mind, supreme transcendence, Samam Bonam, eternally and simultaneously exists in 4 transcendent features: his personality, his impersonal effulgence, particles of his potency, the living beings, and the principal cause of all causes. എന്താണ് ജീവ ഗോസ്വാമി പറയുന്നത്? അതായത് ഭഗവത് സന്ദർഭത്തിൽ പറയുന്നതാണ്, which act in natural sequences beyond the scope of the speculative human mind. അപ്പോൾ ജ്ഞാനികൾക്ക് ഇത് മനസ്സിലാവില്ല. കാരണം ജ്ഞാനികളുടെ ഏത് പാത്താണ് ഉപയോഗിക്കുന്നത്? സ്പെക്കുലേഷൻ. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഭക്തന്മാർക്കേ ഉള്ളൂ. സുപ്രീം ട്രാൻസെൻഡ് സമം ഗുണം eternally and simultaneously exists in 4 അപ്പോൾ ഇത് eternally ഒരേ സമയത്ത് eternally അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം കാണാം ഈ 4 ഫീച്ചേഴ്സിൽ. എന്താണ്? ഹിസ് പേഴ്സണാലിറ്റി ആസ് ഭഗവാൻ, ആസ് എ പേഴ്സൺ, ഹിസ് impersonal effulgence, Brahman, particles of his potency, the living beings, ജീവാത്മ, and the principal cause of all causes, എല്ലാ കാരണത്തിനും കാരണം. ഈ 4 ഫീച്ചറിൽ എല്ലാ eternally ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. The supreme whole is compared to the sun, which also exists in 4 features, namely the personality of the sun god, the glare of his glowing sphere, the sun rays inside the sun planet, and the sun's reflection in many other objects. അതേപോലെ ഒരു ഉദാഹരണം തന്നിരിക്കുകയാണ്. എന്താണ് ഉദാഹരണം തന്നിരിക്കുന്നത്? സൺ ഗോഡിന്റെ. അതും 4 ഫീച്ചേഴ്സിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്താണത്? The personality of sun god, Suryanarayanan, Bhagwan, the glare of glowing sphere, planet, the sun rays, Bhagwan Resmikade, and the sun's reflection in many other sun's reflection മറ്റുള്ള ഒബ്ജക്ട്സിൽ. ഇങ്ങനെ 4 ഫീച്ചേഴ്സിൽ ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഭഗവാന്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം തന്നു മാത്രമേ ഉള്ളൂ. The ambition to corroborate the existence of the transcendent absolute truth by limited conjectural endeavors cannot be fulfilled because he is beyond the scope of our limited speculative minds. അപ്പോൾ നമ്മളുടെ ആ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ അതോറിറ്റീസിനെ നമ്മൾ പിന്തുടരുക. അവർ പറയുന്നത് അതേപടി സ്വീകരിക്കുക. കാരണം നമ്മളുടെ 4 ഡിഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുള്ളത് കൊണ്ട് നമുക്ക് ഈ ഇത്രയും ട്രാൻസെൻഡന്റ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സ് ഈ ഡിഫക്ട്സ് ഉള്ളത് കാരണം
നമുക്ക് അത് ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡിഫക്റ്റ് ഇല്ലാത്ത ആൾക്കാർ എന്താണ് പറയുന്നത് അത്. അപ്പൊ ആരാണത്? ഗുരു, സാധു, അല്ലെ? ഗുരുക്കളും സാധുക്കളും അവര് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഇത് മൂന്നും ട്രാൻസെൻഡന്റലാണ്. ശാസ്ത്രം എഴുതിയിരിക്കുന്നത് സേജസ് ആണ്, വ്യാസദേവനാണ്. ഈ മൂന്ന് ഗുണത്തിന്റെയും അതീതമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഗുരുജനങ്ങളും സാധുജനങ്ങളും ഈ മൂന്ന് ഗുണത്തിന്റെ അധീനത്തിൽ അല്ലാത്തതുകൊണ്ട് അവരെ നമുക്ക് പിന്തുടരുക, അവരെ അനുസരിക്കുക, എന്നാൽ നമുക്ക് തെറ്റില്ല. അല്ലാണ്ട് നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സ്പെക്കുലേറ്റ് ചെയ്യാനോ കോൺകോക്ട് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. So in an honest search for truth, we must admit that his powers are inconceivable to our tiny brains. Inconceivable. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Beyond comprehension. So that exploration of space has demanded the work of the greatest scientists of the world. Yet there are countless problems regarding even fundamental knowledge of material creation that bewilder scientists who confront them. സാധാരണ നിലയിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എത്രത്തോളം അവർ പഠിക്കാൻ ശ്രമിക്കുന്നുള്ളൂ അത്രത്തോളം അവർ കൂടുതൽ ഇൻട്രിക്കേറ്റ് പ്രോബ്ലംസിൽ വന്ന് നിൽക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ്. ഒന്ന് ക്ലിയർ ആകുമ്പോഴേക്കും വേറെ 100 പ്രോബ്ലം വരുന്നു. അപ്പോൾ ഈവൻ അവർക്കും ഇതൊന്നും അത്ര ഈസി ആയിട്ട് അത് മെറ്റീരിയൽ, വാട്ട് ടു സ്പീക്ക് ഓഫ് ദ സ്പിരിച്വൽ മാറ്റേഴ്സ്, മെറ്റീരിയൽ വേൾഡിലത്തെ കാര്യങ്ങൾ തന്നെ ശരിക്കും അവർക്ക് അവരുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. So what to speak of the spiritual subject matter? Apo such material knowledge is far removed from the spiritual nature, and therefore the acts and arrangements of the absolute truth are beyond all doubts inconceivable. Beyond all doubts inconceivable. അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടോ നമ്മളുടെ R&D ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? മൂഢത്തരമായിരിക്കും. ബെസ്റ്റ് വേ ഈസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു മെത്തേഡ് എന്താണ്? അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഡിസെൻഡിങ്. യെസ്, ഡിസെൻഡിങ്. അതായത് ഡിസെൻഡിങ് പറഞ്ഞാൽ അതോറിറ്റീസ് എന്ന് വരുന്നത് നമ്മുടെ സ്വീകരിക്കുക. നമ്മളുടെ തല പൊള്ളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എവിടെ എത്തില്ല നമ്മൾ, കൂടുതൽ കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സമ്പ്രദായത്തിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക, അതിനെ ഫോളോ ചെയ്യുക. The primary potencies of the absolute truth are mentioned to be 3. Absolute truthന്റെ primary potencies 3. ഓക്കെ, എന്താണ്? ഇന്റേണൽ, എക്സ്റ്റേണൽ ആൻഡ് മാർജിനൽ. അതാണ് 3. ഭഗവാൻ 3 പ്രൈമറി ആയിട്ടുള്ള ശക്തികൾ, ഇന്റേണൽ അതായത് അന്തരാംഗ ശക്തി, എക്സ്റ്റേണൽ ബഹിരാംഗ ശക്തി, മാർജിനൽ തഥാസ്ഥ ശക്തി. അപ്പൊ എല്ലാ സ്പിരിച്വൽ വേൾഡും ക്രിയേഷനും എല്ലാ ആത്മീയ സൃഷ്ടിയും ഇന്റേണൽ പൊട്ടൻസിയിൽ വരും, ഭഗവാന്റെ അന്തരാംഗ ശക്തിയിൽ വരും. എല്ലാ ഭൗതിക സൃഷ്ടികളും എക്സ്റ്റേണൽ പൊട്ടൻസിയിൽ വരും. എക്സ്റ്റേണൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ബഹിരാംഗ ശക്തി. എല്ലാ ജീവജാലങ്ങളും മാർജിനൽ പൊട്ടൻസിയിൽ വരും, അത് തഥാസ്ഥ ശക്തി. By the acts of his internal potency, the personality of Godhead in his original form exhibits the spiritual cosmic manifestation known as the Vaikuntha Lokas, which exists eternally even after the destruction of the material cosmic manifestation. അപ്പൊ എല്ലാ വൈകുണ്ഠ ലോകങ്ങളും ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരിക്കലും നശിക്കില്ല. ഭൗതിക ലോകം നശിച്ചാലും അതിനൊരിക്കലും നാശമില്ല. കാരണം അത് ട്രാൻസെൻഡന്റലാണ്. അതിന് തുടക്കമില്ല, അതിന് അന്ത്യമില്ല, അതിന് മധ്യമില്ല. നേരെ മറിച്ച് ഭൗതിക ലോകത്തിന് തുടക്കമുണ്ട്,
അതിന് അന്ത്യമുണ്ട്. അപ്പോൾ ബിഗിനിങ് ഉണ്ട്, അതിന് എൻഡും ഉണ്ട്. ആധ്യാത്മിക ലോകം എറ്റേണൽ ആണ്. ബൈ ഹിസ് മാർജിനൽ പൊട്ടൻസി ദ ലോർഡ് എക്സ്പാൻഡ്സ് ഹിംസെൽഫ് ആസ് ലിവിംഗ് ബീയിങ്സ് ഹു ആർ പാർട്ട് ഓഫ് ഹിം, ജസ്റ്റ് ആസ് ദ സൺ ഡിസ്ട്രിബ്യൂട്ട്സ് ഹിസ് റേസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ വീണ്ടും സൂര്യഭഗവാന്റെ ആ ഒരു ഉദാഹരണമാണ്. സൂര്യന്റെ രശ്മികൾ എല്ലാ സ്ഥലത്തേക്കും പരന്നു കിടക്കുന്നു. അതേപോലെ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള ജീവജാലങ്ങളും എല്ലാ സ്ഥലത്തും കാണാം. സർവഗത എന്ന് പറഞ്ഞിരിക്കുന്നു. ഭൗതിക ലോകത്തില് ജീവജാലങ്ങള് എല്ലാ സ്ഥലത്തും ഉണ്ട്, സർവഗത. മമ്മൈ വാംശോ ജീവലോകി ജീവഭൂത സനാതന, അവരും എറ്റേണലാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. By his external potency, the Lord manifests the material creation, just as the sun with its rays creates fog. The material creation is but a perverse reflection of the eternal Vaikuntha nature. അപ്പോൾ ഈ മെറ്റീരിയൽ ക്രിയേഷൻ എന്താണ്? ഭഗവാന്റെ വൈകുണ്ഠധാമിന്റെ ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ്. നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിനെ, നമ്മുടെ മുഖത്തിനെ, നമ്മുടെ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ കാണുന്നത് അതേപോലെയാണ് ഈ മെറ്റീരിയൽ വേൾഡ്, പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ്. So these three energies of the absolute truth are also described in the Vishnu Purana, where it is said that the living beings is equal in quality to the internal potency. വിഷ്ണു പുരാണത്തിലും ഈ മൂന്ന് ശക്തിയെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ലിവിങ് ബീങ്, ജീവാത്മാക്കളെ ഭഗവാന്റെ ക്വാളിറ്റി ഉണ്ട്, ഭഗവാന്റെ ഈക്വൽ ഇൻ ക്വാളിറ്റി ടു ദ ഇന്റേണൽ പൊട്ടൻസി. നമ്മൾ നേരത്തെ പലതവണയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. ഭഗവാൻ സച്ചിദാനന്ദമാണ്, നമ്മളും സച്ചിദാനന്ദമാണ്. അപ്പോൾ ആ ക്വാളിറ്റി നമുക്കുണ്ട്, പക്ഷെ ഇൻ ക്വാണ്ടിറ്റി അതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തത്വം, അചിന്ത ഭേദ അഭേദ തത്വം അതെന്നെ പഠിപ്പിക്കുന്നത്. ഭേദം എന്താണ്? അഭേദം എന്താണ്? അഭേദം ക്വാളിറ്റി, ഭേദം ക്വാണ്ടിറ്റി. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Whereas the external potency is indirectly controlled by the chief cause of all causes. ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, whereas the external potency is indirectly controlled by the chief cause of. അപ്പോൾ ഡയറക്ട്ലി ഭഗവാൻ അത് കൺട്രോൾ ചെയ്യുന്നില്ല. ഭഗവാൻ അത് അസൈൻ ചെയ്തിരിക്കുകയാണ്, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ ഡയറക്ട്ലി അത് ഇടപെടുന്നില്ല. ഭഗവാന്റെ ഏജൻസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഇൻഡയറക്ട്ലി കൺട്രോൾഡ്. അൾട്ടിമേറ്റ്ലി ഈസ് ദ കോസ്. അതുകൊണ്ടാണ് കോസ് ഓഫ് ഓൾ കോസസ് പറയും. മായ ദ ഇല്യൂഷറി എനർജി മിസ്ലീഡ്സ് എ ലിവിംഗ് ബീയിങ് ആസ് ഫോഗ് മിസ്ലീഡ്സ് എ പെഡസ്ട്രിയൻ ബൈ ബ്ലോക്കിംഗ് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ സൺ. എങ്ങനെ മിസ്റ്റ്, ഫോഗ്, തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് കാണില്ല മഞ്ഞ് കാരണം. അതേപോലെ തന്നെ മായ നമ്മുടെ ആ ശരിക്കുള്ള വിഷനെയും ബ്ലോക്ക് ചെയ്യും. എന്താണ് ശരിക്കുള്ള വിഷൻ? എന്താണ്? അതെല്ലാം നമുക്ക് കാണിച്ചു തരാം. ഈ ഭൗതിക ലോകം ഇറ്റ് ഇസ് ഫോർ യു ടു എൻജോയ്, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. നമ്മളെ ഈ മായ ലോകത്ത് ഇവിടെ വെക്കാനാണ് മായയ്ക്ക് ആഗ്രഹം. ഭഗവാനോട് ഇൻക്ലിനേഷൻ ഇല്ലെങ്കിൽ മായ വാണ്ട് ടു എൻജോയ് വിത്ത് ഹെർ ഡിസൈപ്പിൾസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, മായ ഈസ് ഇൻഫീരിയർ. മായ ദ ഇല്യൂഷറി എനർജി മിസ്ലീഡ്സ് എ ലിവിംഗ് ബീയിങ്. എന്തുകൊണ്ടാണ് മായ, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, മായ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് മായ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഗൈഡ് ചെയ്യല്ലേ വേണ്ടത്. എന്താണ് കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളത് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതിനാണ്. എന്താണ് മന്ദജി പറഞ്ഞ? നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ, അത് സാങ്ഷൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം. പ്രഭു, ക്വസ്റ്റ്യൻ വ്യക്തമില്ല. മായ ദ ഇല്യൂഷറി എനർജി മിസ്ലീഡ്സ് ദ ലിവിംഗ് ബീയിങ് ആസ് ഫോഗ്. അതിന് ഉദാഹരണം പറയാണ്, മഞ്ഞ് എങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നത്. അതേപോലെ മായ നമ്മളെ, അതായത് ജീവാത്മാക്കളെ മിസ്ലീഡ് ചെയ്യുന്നു. ആക്ച്വലി മായ നമ്മളെ സഹായിക്കല് വേണ്ടത്.
നമ്മളെ സഹായിക്കുക, ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കാനുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു, പ്രവാദ പറയുന്നു, മായ ഇസ് മിസ്ലീഡിങ് ദ ലിവിങ് ബീങ്. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം? വൈ ഷീ ഈസ് ഡൂയിങ് സോ? ഹരേ കൃഷ്ണ പ്രഭു. പറയും. അതെന്താ വെച്ചാല് ഭക്തരാണെങ്കിൽ അവിടെ മായയുടെ ആ കർട്ടൻ അവിടുന്ന് നീങ്ങും. അപ്പൊ അഭക്തരായ ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അത് മായ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്യുവർ ഭക്തരാണെച്ചെങ്കിൽ ആ മായയുടെ കർട്ടൻ അവിടെ നീങ്ങി ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഭക്തരല്ല ഇവിടെ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഭഗവാൻ തന്നെ അതൊരു കർട്ടൻ മുഖേന മായയുടെ അത് ഇത് വന്നിരിക്കുന്നത്. അഭക്തരായ നോൺ ഡിവോട്ടീസ് അല്ലെങ്കിൽ ശുദ്ധ ഭക്തരായ ആൾക്കാരല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ആ കർട്ടനായിട്ട് അവിടെ ഇത് നിൽക്കുന്നു. അപ്പൊ സത്വഗുണത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ സത്വഗുണത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്, ഭഗവാന്റെ പ്രസൻസ് തരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മായയുടെ ആ മിസ്റ്റ് എന്ന് അല്ലെങ്കിൽ ആ ഫോഗ് എന്ന് പ്രഭു പറയണത് അത് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടുന്ന് റിമൂവ് ആവും. അപ്പൊ നമുക്ക് ഭഗവാന്റെ പ്രസൻസ് നമുക്ക് കിട്ടും. താങ്ക് യു പ്രഭുജി. അതായത് നമ്മളിവിടെ വരാൻ കാരണം എന്താണ്? നമ്മള് ആഗ്രഹിക്കുന്നു ഭൗതിക തലത്തില് എൻജോയ് ചെയ്യണം, ഞാൻ മാസ്റ്റർ ആവണം, ഞാൻ കൺട്രോളർ ആവണം, ഓക്കെ, ഞാൻ പ്രൊപ്പറേറ്റർ ആവണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഭഗവാനെ മറന്ന് എനിക്കും ഭഗവാനെ പോലെ ഒരു മിനി ഈശ്വരനാവണം. എന്തുകൊണ്ട് ഭഗവാൻ മാത്രം? അങ്ങനെ നമ്മൾ വിമുഖ് ഭഗവാന് മുഖം തിരിച്ചു നിന്നു. ഞാൻ ഇവിടുത്തെ കൺട്രോളർ, മാസ്റ്റർ, ബോസ് ഒക്കെ ആവണം. അപ്പോ അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യണം. നമ്മുടെ ആഗ്രഹം എപ്പോഴാണോ പ്രഭു പറഞ്ഞ പോലെ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഭഗവത് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ഭക്തനായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ നമുക്ക് അവിടെ മായ നമുക്ക് എന്ത് ചെയ്യും? മിസ്ലീഡ് ചെയ്യല്ല, നമ്മളെ സഹായിക്കും. പക്ഷേ ആ സഹായിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സിൻസിയർ ആണെന്നുള്ള ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ വളരെ സിൻസിയർ ആണോ അതോ ഒരു മുഖം മൂടി മാത്രമാണോ? ശരിക്കും സിൻസിയറായിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തനായി തീരാനുള്ള ആഗ്രഹമുണ്ടോ? എന്നാൽ മാത്രമേ അവിടെ മായ, അല്ലെങ്കിൽ അതുകൊണ്ട് ആ ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ പിന്നെ മായ അവിടെ നമ്മളെ സഹായിക്കുള്ളൂ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ആ യോഗമായയുടെ കീഴിലേക്ക് വരും. നമ്മൾ അതുവരെ മഹാമായ നമ്മൾ മിസ്ലീഡ് ചെയ്യും. കാരണം നമ്മുടെ ആഗ്രഹം സബലീകരിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ഞാനും ഈശ്വരനാണ്, ഞാനും കൺട്രോളറാണ്, ഞാനും പ്രൊപ്പറേറ്ററാണ്, ഞാനും എൻജോയറാണ്. ആ ഒരു ഭാവം നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യണം. അതാണ് മായാദേവി ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ നമ്മളൊരു ഭക്തനായിട്ട് ഭക്തിയുത സേവനം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അപ്പോൾ മായാദേവി നമ്മളെ സഹായിക്കും. ബട്ട് ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ ജയിക്കണം. നമ്മൾ സിൻസിയറാണ്, ഏത് പരിസ്ഥിതിയിലും എനിക്ക് ഭക്തി ചെയ്യണം, ഭക്തനാവണം എന്നുള്ള അടിയുറച്ച ആ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരിക്കും ഗൈഡ് ചെയ്യുള്ളൂ. അതുവരെ നമ്മളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് മായാദേവി നമ്മളെ മിസ്ലീഡ് ചെയ്യും. യെസ്, യു ആർ ദ ബോസ്, യു ആർ ദ കൺട്രോളർ, ദിസ് ഈസ് മെൻ ഫോർ യു ടു എൻജോയ് എന്നുള്ള രീതിയിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യും. അല്ലേ? അതാണ് കൃഷ്ണനെ ഭഗവാൻ പറയുന്ന കൃഷ്ണ ഈസ് ദ ലോർഡ് ഓഫ് 3. ഭഗവാൻ ഇസ് ദ ലോർഡ് ഓഫ് 3. എന്തൊക്കെയാണ്? അതായത് 3 എനർജീസ്. എന്താണ്? ബഹിരാംഗ ശക്തി, അന്തരാംഗ ശക്തി, തടാസ്ഥ ശക്തി. ആൻഡ് ഈസ് 3 ഗുണത്തിന്റെ ഭഗവാനാണ്. ഏതൊക്കെ ഗുണങ്ങളാണ്? സത്വഗുണം, രജോ ഗുണം ആൻഡ് തമോ ഗുണം. ഹീസ് 3 പുരുഷാസ്. ആരൊക്കെയാണ് 3 പുരുഷാസ്? കാരണസായ വിഷ്ണു, ഗർഭസായ വിഷ്ണു, അതേപോലെ ക്ഷീരസായ വിഷ്ണു. അപ്പൊ ഈസ് കോൾഡ് മാസ്റ്റർ 3. ഓക്കെ, 3 എനർജി, 3 ഗുണ, 3 പുരുഷൻ, ഇങ്ങനെയല്ല. ഈസ് കോൾഡ് ദ ലോർഡ് ഓഫ് 3. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മായ നമ്മളെ മിസ്ലീഡ് ചെയ്യും. എത്രത്തോളം കാലം നമുക്ക് ഈ ഭൗതിക ലോകം ആസ്വദിക്കാനുള്ള ആഗ്രഹമുണ്ടോ അത്രത്തോളം കാലം നമ്മളെ ഇവിടെ പിടിച്ചു കെട്ടിടും. വിൽ ഗെറ്റ് എൻടാങ്കിൾ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്.
അതാണ് അവർ പറയുന്നത്. So although the potency of Maya is inferior in quality to the marginal potency, which consists of the living entities who are part and parcel of the Lord, it nevertheless has the power to control the living beings. Just as fog can block the actions of a certain portion of the sun rays, although it cannot cover the sun. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ആക്ച്വലി സുപ്പീരിയർ, മായയ്ക്ക് സുപ്പീരിയർ ആണ്. മായ ഇസ് ഇൻഫീരിയർ. അതാണ് ഇവിടെ പറയുന്നത്. ആൾദോ ദ പൊട്ടൻസി ഓഫ് മായ ഇസ് ഇൻഫീരിയർ ഇൻ ക്വാളിറ്റി ടു ദ മാർജിനൽ പൊട്ടൻസി. മാർജിനൽ പൊട്ടൻസിയിലാണ് നമ്മൾ, അല്ലേ? എല്ലാ ജീവാത്മാക്കളും മാർജിനൽ പൊട്ടൻസിയിലാണ് വരുന്നത്. പക്ഷെ ആ മാർജിനൽ പൊട്ടൻസിയുടെ ഇൻഫീരിയർ ആയിട്ടാണ് മായ. പക്ഷെ എങ്കിലും കൂടി ആ മായാദേവി നമ്മളെ ഇവിടെ പിടിച്ചു കെട്ടിടുന്നു. മായാദേവിയുടെ ആ ബന്ധനത്തിൽ നമ്മൾ വരുന്നു. കാരണം എന്താണ്? which consists of living who are part and parcel of God, it nevertheless has the power to control the living just as. അപ്പോൾ എങ്കിലും കൂടി നമ്മുടെ വളരെ മൈന്യൂട്ടാണ്. പക്ഷെ മായ ഭഗവാന്റെ എനർജിയാണ്, വാസ്റ്റാണ്. അത് ഇൻഫീരിയർ എനർജി ആണെങ്കിലും കൂടിയിട്ട് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കാനുള്ള ശക്തി മായാദേവിക്കുണ്ട്. അതിനാണ് ഇവിടെ ഉദാഹരണം. ആസ് fog can block the actions of a certain portion of the sun's rays, although it cannot cover the sun. ഭഗവാനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, സൂര്യഭഗവാനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എങ്കിലും കൂടിയും അതിനെ കുറച്ച് ഇംപെഡിമെന്റ്സ്, വിഘ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. The living beings covered by the illusory energy evolved in different species of life, with bodies ranging from that of an insignificant ant to that of Brahma, the constructor of the cosmos. Okay, അപ്പോൾ മായാദേവി നമ്മളുടെ ആഗ്രഹപ്രകാരം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ തരുന്നു. ബിഗിനിങ് ഫ്രം ആൻഡ് ടു ദാറ്റ് ഓഫ് ബ്രഹ്മ. അതായത് ഉറുമ്പിൽ നിന്നും ബ്രഹ്മാവ് വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. The chief cause of all causes is the impersonal vision, is none other than the Supreme Lord, whom one can see face to face in the internal potency. പ്രധാന. ഓക്കെ, അപ്പൊ പ്രധാനത്തിലാണ് ഈ യൂണിവേഴ്സസ് എല്ലാം. ഓക്കെ, ഒരു സീഡ്, യൂണിവേഴ്സൽ സീഡ് വിതയ്ക്കുന്നത് പ്രധാന എന്നിട്ടുള്ള ഒരു എലിമെന്റിലാണ്. അതിൻ്റെ ദ ചീഫ് കോസ് ഓഫ് ഓൾ കോസസ് ഇൻ ദ ഇംപേഴ്സണൽ വിഷൻ, അത് ശക്തിയുടെ ഇതിൽ പ്രധാനമാണ്. ഒരു ഇംപേഴ്സണൽ ആയിട്ടുള്ളത്, നോട്ട് പേഴ്സണൽ. പ്രധാന ഈസ് നോട്ട് ഡസന്റ് ഹാവ് എ ഫോം, ഇറ്റ്സ് ശക്തിയാണ്. ഭഗവാൻ മാത്രമേ ഫോമുള്ളൂ. ഈസ് ദ റിയൽ പേഴ്സൺ, എറ്റേണൽ പേഴ്സൺ. നമുക്കും ഫോം ഉണ്ട്, പക്ഷെ ഈ ഫോം എന്താണ്? ടെമ്പററി ആണ്, ഇറ്റ്സ് നോട്ട് പെർമനന്റ്. നമുക്കൊരു എറ്റേണൽ ഫോം ഉണ്ട്, ഭഗവാന്റെ ആ റിലേഷൻഷിപ്പ്. അത് നമുക്ക് ഇപ്പോൾ ഇല്ല. നമ്മുടെ ആ സ്വരൂപം നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ. അപ്പം നമുക്ക് ആ സ്വരൂപം കിട്ടും. അതുവരെ നമുക്കുള്ള ഈ രൂപം ടെമ്പററി ആണ്. അപ്പൊ ഈ ശരീരം, ഈ രൂപം നമുക്ക് ഒരു 100 വർഷം മാക്സിമം. അത് കഴിഞ്ഞാൽ ഇത് മാറും, വേറെ ശരീരം കിട്ടും നമ്മുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ. So he takes the material all pervasive form by his inconceivable power. Although all three potencies, namely internal, external, and marginal, are essentially one in the ultimate issue, they are different in action, like electric energy, which can produce both cold and heat under different conditions. ഒരു ഉദാഹരണം പ്രഭാത പറയുന്ന എല്ലാ എനർജീസും പൊട്ടൻസീസും ആക്ച്വലി ഒന്ന് തന്നെയാണ്, പക്ഷെ അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ് അത് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു മാത്രം. അതിന് ഉദാഹരണമാണ് സെയിം ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഹീറ്ററും അതേപോലെ എയർ കണ്ടീഷനും രണ്ടും ഉണ്ടാക്കാൻ പറ്റും. ചൂടും അതേപോലെ തണുപ്പും ആക്കാൻ പറ്റും. സെയിം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീറ്ററും വർക്ക് ചെയ്യാം, അതേപോലെ എയർ കണ്ടീഷനും വർക്ക് ചെയ്യാം. അതേപോലെ സെയിം ഭഗവാന്റെ ആ ഒരു എനർജിയാണ് അത് 3 വിധത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. So the external and marginal potencies are also called under various conditions. But in the original internal potencies, there are no such conditions. Internal potencies, അന്തരാംഗ ശക്തിയിലെ ഒരു കണ്ടീഷൻസും ഇല്ല. ഇതിൽ എക്സ്റ്റേണൽ മാർജിനൽ പൊട്ടൻസിൽ മാത്രമാണ് അത് വേരിയിങ് കണ്ടീഷനിൽ വ്യത്യസ്തമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ.
internal potencies ഇല്ല, conditions ഇല്ല. Nor is it possible for the conditions of the external potency to exist in the marginal or vice versa. One who is able to understand the intricacies of all these energies of the Supreme Lord can no longer remain empiric impersonalist under the influence of the poor fund of knowledge. അപ്പൊ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരാള് ഒരിക്കലും അജ്ഞത ആ ഒരു ലെവലിൽ ഉണ്ടാവില്ല. അജ്ഞത അവരെ ബാധിക്കില്ല. അപ്പൊ ഇത് നമ്മൾ ചൈതന്യ ചരിതാമൃത, ചൈതന്യ മഹാപ്രഭുവിന്റെ ബയോഗ്രാഫിയാണ്. പക്ഷെ ഇവിടെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രഭുപാദ പറഞ്ഞിരുന്നത്, അതേപോലെ കവിരാജ് ഗോസ്വാമി പറഞ്ഞിരുന്നത്. ഭഗവാന്റെ ക്രിയേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഭഗവാന്റെ സ്പിരിച്വൽ ക്രിയേഷൻ, മെറ്റീരിയൽ ക്രിയേഷൻ, എനർജീസ്, ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഇതും കൂടിയാണ്. വളരെ ഫിലോസഫിയും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഭാഗവത്തിനേക്കാളും കൂടുതൽ ഫിലോസഫി ഇതിന് നമുക്ക് വളരെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ടെക്സ്റ്റ് 97. കൃഷ്ണേര സ്വരൂപേരാഹയ ഷഡ്വിധ വിലാസ പ്രഭാവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. കൃഷ്ണേര സ്വരൂപേരാഹയ ഷഡ്വിധ വിലാസ പ്രഭവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണേരസ്വരൂപേരഹയ ഷഡ്വിധ വിലാസ പ്രഭവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. ഹരേ കൃഷ്ണ. കൂടി. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണര സ്വരൂപരഹയ ഷഡ്വിധ വിലാസ പ്രഭാവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ 6 പ്രാഥമിക വിസ്തരണങ്ങളിൽ സ്വയം ആസ്വദിക്കുന്നു. പ്രഭാവവും വൈഭവവും അവിടുത്തെ 2 ആവിഷ്കാരങ്ങളാണ്. ഹരേ കൃഷ്ണ. The personality of Godhead Sri Krishna enjoys himself in 6 primary expansions. His 2 manifestations are Prabhava and Vaibhava. അപ്പോൾ ഭഗവാന്റെ എക്സ്പാൻഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ കവിരാജ് ഗോസ്വാമി പറയുന്നത്. നോക്കാം എന്താണെങ്കിൽ. Now the author of Sri Chaitanya Charitamrita turns to a description of the personality of Godhead Krishna in his innumerable expansions. The Lord primarily expands himself in 2 categories. പ്രൈമറിലി 2 കാറ്റഗറിയിലാണ് ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് പ്രഭാവ ആൻഡ് വൈഭവം. കുറെ ടെക്നിക്കലാണ്, അത് വീണ്ടും വീണ്ടും വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ദ പ്രഭാവ ഫോംസ് ആർ ഫുള്ളി പൊട്ടൻറ്റ് ലൈക്ക് ശ്രീകൃഷ്ണ ആൻഡ് ദ വൈഭവ ഫോംസ് ആർ പാർഷ്യലി പൊട്ടൻറ്റ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം. പ്രഭാവ ഭഗവാൻ കൃഷ്ണന്റെ എല്ലാ പൊട്ടൻസിയും ഉണ്ടായിരിക്കും പ്രഭാവത്തിൽ. ആസ് ഈസ് ഡിഫറെൻറ്റ് ഫോംസിലായിരിക്കും, കൃഷ്ണന്റെ രൂപത്തിലായിരിക്കില്ല, പക്ഷെ പൊട്ടൻസി കൃഷ്ണന്റെ ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ വൈഭവ ഫോംസ് ആർ പാർഷ്യലി പൊട്ടൻറ്റ്. ഫുൾ പൊട്ടൻസി ഉണ്ടായിരിക്കില്ല, ചില ആവശ്യമുള്ള ആ പൊട്ടൻസി മാത്രമേ ഉള്ളൂ, പാർഷ്യലി പൊട്ടൻറ്റ്. ദ പ്രഭാവ ഫോംസ് ആർ മാനിഫെസ്റ്റൻ റിലേഷൻ വിത്ത് പൊട്ടൻസീസ്, ബട്ട് ദ വൈഭവ ഫോംസ് ആർ മാനിഫെസ്റ്റൻ റിലേഷൻ വിത്ത് എക്സലൻസ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, പ്രഭാവ ഫോംസ് അതായത് ഭഗവാന്റെ എക്സ്പാൻഷൻസ് പല രൂപങ്ങളും വരുന്നുണ്ട്. പ്രഭാവ രൂപങ്ങളാണെങ്കിൽ അത് എന്തിൻ്റെ റിലേഷനിലായിരിക്കും? അത് ശക്തി ആ റിലേഷൻ ആയിരിക്കും. ബട്ട് ദ വൈഭവ ഫോംസ് ആർ മാനിഫെസ്റ്റൻ വിത്ത് എക്സലൻസ്, ഓപ്പുലൻസസ്, എക്സലൻസസ്, ഐശ്വര്യം. ദ പൊട്ടൻറ്റ് പ്രഭാവ മാനിഫെസ്റ്റേഷൻസ് ആർ ആൾസോ ഓഫ് 2 വെറൈറ്റീസ്. പ്രഭാവത്തിനെ വീണ്ടും അതിന് ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 വെറൈറ്റി ആയിട്ട്, ടെമ്പററി ആൻഡ് എറ്റേണൽ. ടെമ്പററി ആൻഡ് എറ്റേണൽ. അതിന് ഉദാഹരണം പറയാം. ദ മോഹിനി, ഹംസ, ശുക്ല ഫോംസ് ആർ മാനിഫെസ്റ്റഡ് ഓൺലി ടെമ്പററി. അപ്പോൾ ഈ ഫോംസ്, അപ്പോൾ പ്രഭാവത്തിൻ്റെ 2 തരത്തിലുള്ള കാറ്റഗറി, ഒന്ന് ടെമ്പററി, ഒന്ന് പെർമനന്റ്, അല്ലെ, എറ്റേണൽ. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ആ എക്സ്പാൻഷൻസ് ആണ് മോഹിനി മൂർത്തി, ഹംസ, ശുക്ല, ഇതെല്ലാം ടെമ്പററി ആണ് ഇൻ ടേംസ് ഓഫ് എ പെർട്ടിക്കുലർ ഏജ്. ഇപ്പോൾ ഏജ് പറഞ്ഞാൽ ദ യുഗ. അപ്പോൾ എല്ലാ യുഗത്തിലും ഇത് വരണമെന്ന് നിർബന്ധമില്ല. ആ ഏത് യുഗത്തിലാണ് ഈ ലീലകൾ നടക്കുന്നത് ആ സമയത്തിൽ ടെമ്പററി ആയിട്ടുള്ള ഈ ഫോംസ് എക്സ്പാൻഷൻ, മോഹിനി, ഹംസ, ശുക്ല ഒക്കെ വരുന്നു. Among the other Prabhavas who are not very famous according to the material estimation are Dhanvantari, Rishabha,
Vyasa, Dattatreya, and Kapila. Among the Vaibhava Prakasha forms are Kurma, Matsya, Naranarayana, Varaha, Hayagriva, Krishnigarbha, Baladeva, Yajna, Vibhu, Satyasena, Hari, Vaikunda, Ajita, Vamana, Sarvabhama, Rishabha, Vishwakshana, ധർമ്മസേതു, സുധാമ, യോഗേശ്വര ആൻഡ് ബൃഹബന്ധു. അപ്പോൾ പല ഉദാഹരണങ്ങളും ഇവിടെ നമുക്ക് തന്നു. രണ്ടും പ്രഭാവത്തിന്റെ രണ്ട് കാറ്റഗറികളും ടെമ്പററിയും എറ്റേണൽ ആയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട അതായത് ഫേമസ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള നമ്മുടെ ഹു ആർ നോട്ട് വെരി ഫേമസ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ എസ്റ്റിമേഷൻ എന്ന് പറയും. മെറ്റീരിയൽ എസ്റ്റിമേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ മെറ്റീരിയൽ എസ്റ്റിമേഷനിൽ ഇതൊന്നും അത്ര ഫേമസ് അല്ല എന്നാണ് പ്രഭുപാദോട് പറയുന്നത്. അതാണ് ഇത്രയും എക്സ്പാൻഷന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ ടെക്സ്റ്റ് 98. ഹംസശക്ത്യാവേശരൂപേ വിധാവതാര ബാല്യ പൗഗണ്ഡധർമ്മ ദ്വൈത പ്രകാര. ഹംസശക്ത്യാവേശരൂപേ വിധാവതാര ബാല്യ പൗഗണ്ഡധർമ്മ ദ്വൈത പ്രകാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്യാവേശരൂപേ ദ്വിവിധാവതാര ബാല്യപൗഗന്ധ ധർമ്മ ദ്വൈത പ്രകാര. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹംസശക്ത്യാവേശരൂപേ വിവിധാവതാര ബാല്യപൗഗണ്ഡ ധർമ്മ ദ്വൈത പ്രകാര. ഹരി ബോൾ. Nivartanam. His incarnations are of two kinds, namely partial and empowered. He appears in two ages, childhood and boyhood. Hare Krishna. His incarnations are of two kinds, അവതാരങ്ങൾ, namely partial and empowered. He appears in two ages, childhood and boyhood. ഇൻകാർണേഷൻ രണ്ട് തരത്തിലാണ്, പാർഷ്യൽ ആയിട്ടുള്ള പിന്നെ എംപവേർഡ്, ശക്തി ആവേശം. എംപവേർഡ് പറഞ്ഞാൽ ശക്തി ആവേശം, മറ്റത് പാർഷ്യൽ. ഹി അപ്പിയേഴ്സ് ഇൻ ടു ഏജസ്, രണ്ട് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്, ചൈൽഡ്ഹുഡ് ആൻഡ് ബോയ്ഹുഡ്. ദ വിലാസ ഫോംസ് ആർ 6 in number. Incarnations are of two varieties, namely Shakti Avesha empowered and Amsavesha partial. These incarnations also come within the category of Prabhava and Vaibhava. അപ്പോൾ ഈ ഇൻകാർണേഷൻസും ഈ സെയിം രണ്ട് കാറ്റഗറിയിൽ വരുന്നു, പ്രഭാവ ആൻഡ് വൈഭവ. ചൈൽഡ്ഹുഡ് ആൻഡ് ബോയ്ഹുഡ് ആർ ടു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ നമുക്കറിയാം 15 വയസ്സിന് മീതെ ഭഗവാൻ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു 15-16 വേറെ യൂത്ത്, അതിനുശേഷം യവന, 15 കഴിഞ്ഞാൽ യവന. അപ്പോൾ ആ റേഞ്ചിലാണ് അദ്ദേഹത്തിന്. അല്ലാണ്ട് വയസ്സായിട്ട് ഭീഷ്മ പിതാവിനെ പോലെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലെ വെളുത്ത താടിയായിട്ട് അങ്ങനെ വളരെ വയസ്സായിട്ടൊന്നും കാണിക്കില്ല, ഡെപ്പിക്കില്ല. ഭഗവാൻ എപ്പോഴും നവയൗവനം, എവർഗ്രീൻ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, ബോയ്ഹുഡ്, childhood and boyhood are two special features of the personality of Godhead Sri Krishna. But his permanent feature is his eternal form as the adolescent youth. Permanent feature, adolescent youth. Shyam Sundara form. Tribhanga Lalita, Shyam Sundara. Adolescent youth പറഞ്ഞാൽ 16, 15, 16 ആ ഏജ്. The original personality of Godhead Sri Krishna is also worshipped in this eternal adolescent form. അപ്പോൾ നമ്മുടെ ഗൗഡിയ വൈഷ്ണവാസ് ഉപാസിക്കുന്ന ആ ഫോം ഏതാണ്? ഈ അഡോളസെന്റ് ഫോം. നമ്മുടെ ബാലഗോപാലനല്ല, നമ്മുടെ ഉപാസിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഫോമാണ് ഭഗവാന്റെ ഏത്? എറ്റേണൽ അഡോളസെന്റ് ഫോം. 99. किशोर स्वरूप कृष्ण स्वयं अवतारी क्रीडा करे ये छाया रूपे विश्वभारी. किशोर स्वरूप कृष्ण स्वयं अवतारी क्रीडा करे ये छाया रूपे विश्वभारी. हरे कृष्ण. किशोर स्वरूप कृष्ण स्वयं अवतारी क्रीडा करे ये छाया रूपे विश्वभारी. हरे कृष्ण.
ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈശ്വര സ്വരൂപ കൃഷ്ണ സ്വയമവതാരി ക്രീഡാകാരെ ഏയ ഛായ രൂപേ വിശ്വഭാരി. വിവർത്തനം. നിത്യൈശ്വര്യ സ്വരൂപനായ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉത്ഭവസ്ഥാനം. തന്റെ പരമോന്നതത്വം സ്ഥാപിക്കുന്നതിനായി ഈ 6 വിഭാഗങ്ങളിൽ അവിടുന്ന് സ്വയം വികസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. The personality of God is Sri Krishna, who is eternally an adolescent. He is the primal Lord. അപ്പൊ അതാണ് ഒറിജിനൽ primal Lord. The real, the original cause of all causes, source of all incarnation. He expands himself in these 6 categories of forms to establish his supremacy throughout the universe. പ്രഭുവിന്റെ സൗണ്ട് ക്രാക്കായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ഓക്കെ ആയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ എല്ലാവരും ടെക്സ്റ്റ് കണ്ടത് എഴുതുന്നത് സമയൊക്കെയാണ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ല. ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ. എല്ലാവരും ഈ 100ാമത്തെ ശ്ലോകം എല്ലാവരും വായിക്കാം. ആനന്ദരൂപേ കഥികരൂപേ നയിച്ചുവേദ. ഛായാരൂപേ ഹയാനന്ദവിവേദ. അനന്തരൂപേ കരൂപ നയിച്ചുവേദ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഛായരൂപഹയ ആനന്ദ വിഭേദ. ആനന്ദരൂപയ കരൂപ നഹി കിച്ചു ഭേദ. ഹരേ കൃഷ്ണ. ഹരേ രൂപേ ഹൈ ആനന്ദ വിഭേദ. അനന്തരൂപേ ഏകരൂപ നാഹി കിച്ചു ഭേദ. വിവർത്തനം. ശ്രീ എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ 6 തരം രൂപങ്ങളിൽ എണ്ണമറ്റ വൈവിധ്യങ്ങളുണ്ട്. അവ അനേകമാണെങ്കിലും ഏകമാണ്. അവ തമ്മിൽ വ്യത്യാസമില്ല. ഹരേ കൃഷ്ണ. In these 6 kinds of forms, there are innumerable varieties. Although there are many, they are all one. That is not a difference between. അപ്പൊ ഈ 6 ഫോമില് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് പല രൂപത്തിലാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ വ്യത്യാസം കാണാൻ പാടില്ല. There is no difference between them. The personality of God manifests himself in 6 different features: Prabhava, Vaibhava, empowered incarnation, partial incarnation, childhood, and boyhood. The personality of Godhead, Sri Krishna, whose permanent feature is adolescence, enjoy his transcendental proclivities by performing pastimes in these 6 forms. In these 6 features, there are unlimited divisions of the personality of Godhead forms. ഈ 6 ഫീച്ചേഴ്സിലെ അൺലിമിറ്റഡ് ഡിവിഷൻസ് ഉണ്ടാവുന്നത് ഭഗവാന്റെ രൂപങ്ങളുടെ വ്യത്യസ്തമായ രൂപം. The jivas or living beings are differentiated parts and parcel of the Lord. They are all diversities of the one without a second. The supreme personality of God. ജീവ നമ്മളെല്ലാവരും ഭഗവാന്റെ ഡിഫറൻഷിയേറ്റഡ് പാർട്സ് ആൻഡ് പാർട്സ് ഓഫ് ദ ലോർഡ്. ഡിഫറൻഷിയേറ്റഡ് അതായത് വിഭിന്നാംശങ്ങളാണ്, സ്വാംശങ്ങളല്ല. നമ്മളെല്ലാം ഭഗവാന്റെ എനർജിയാണ്, പക്ഷെ ഡിഫറൻഷിയേറ്റഡ് ആണ്, വിഭിന്നാംശങ്ങളാണ്. ഭഗവാന്റെ വിഷ്ണു തത്വങ്ങളെല്ലാം സ്വഅംശങ്ങളാണ്.
So there are diversities of the one without second. There are all diversities, one without a second. Bhagwane, one without a second. Bhagwane Ramnamadraliya. Bhagwane Swayam Bhagwan Matru. And that is called the Supreme Personality of Godhead. Hare Krishna, Vancha Kalpatarupesha Kripa Sundhu Pevacha Patidanam Pavanebhyo Vaishnavebhyo Namo. Prabhupada ki jai, Guru Maharaj ki jai, Jai, Sai Guru Jai. Premanande. Hare Krishna. Thank you, Prabhuji. Hare Krishna. Thank Hare you. Krishna, Hare Bhante. Krishna. Thank you. Thank you, Prabhu Pranam. Hare Krishna. Thank you. Hare Krishna. Krishna